ഹായ്. സോ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏറ്റവും നല്ല ബിരിയാണീസ് പരിചയപ്പെടുന്ന ബിരിയാണീസ് ഇൻ ട്രിവാൻഡ്രം സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ ഞാൻ എത്തിയിട്ടുള്ളത് എന്റെ ഫേവറേറ്റ് ട്രിവാൻഡ്രത്തെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി സ്പോട്ടിലാണ്. അപ്പൊ ഇതിന്റെ മുന്നേ ഉള്ള 2 എപ്പിസോഡ്സ് ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. സോ ആദ്യം തന്നെ ബിരിയാണി വരുന്നതിന് മുന്നേ ഇവരൊരു വെജിറ്റബിൾ സാലഡും പിന്നെ ഇവരുടെ സിഗ്നേച്ചർ ബീട്രൂട്ട് പിക്കിൾ അതിവിടെ തന്നെ ഉണ്ട്. എനിക്ക് ഈ ബീട്രൂട്ട് പിക്കിൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇന്ന് ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ബിരിയാണി ഒരു മട്ടൺ ബിരിയാണിയാണ്, പിന്നെ ഇവിടുത്തെ ചിക്കൻ ഫ്രൈയും. അപ്പോൾ ബിരിയാണി വന്നിട്ട് ബാക്കി. അപ്പോ എപ്പോഴും പറയാറുള്ള പോലെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഒരുപാട് മസാലയുള്ള ബിരിയാണിയാണ്. ആൻഡ് അജുവ ബിരിയാണിയില് അത്യാവശ്യം നിറയെ മസാല. ആദ്യം ബിരിയാണിയും ചിക്കനും മാത്രമായിട്ട് മിക്സ് ചെയ്ത് അഴിച്ചു നോക്കാം. നെയ്യുടെ ഫ്ലേവറും പിന്നെ ആ മസാലയും, ഈ മസാല ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിക്കനൊക്കെ നല്ല ടെൻഡറാണ്. പിന്നെ ഇവിടുത്തെ ചിക്കൻ ഫ്രൈയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ചിക്കൻ ഫ്രൈയുടെ പ്രത്യേകത ഭയങ്കര ക്രിസ്പിയാണ്. ശരിക്കും കടിക്കുമ്പം ആ സൗണ്ട് വരെ കേൾക്കാൻ പറ്റും. ക്രിസ്പി മാത്രല്ല നല്ല ജ്യൂസിയുമാണ്. പിന്നെ ഇത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് അതിന്റെ ടേസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ചിക്കൻ ഫ്രൈയും റൈസും ആ പിക്കിളും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. എനിക്കിത് എന്തായാലും ട്രൈ ചെയ്യാം. മട്ടൺ ബിരിയാണി നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് തന്നെ കാണും, ഇതിനകത്ത് നിറയെ പീസസ് ഉണ്ട്. ഞാൻ അതിനകത്ത് നിന്ന് ഒരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ മസാലയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഈ റൈസ് എടുത്തപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇതിനകത്ത് ഫുൾ മസാലയാണ്. പിന്നെ മട്ടൺ പീസ് ഭയങ്കര ടെൻഡർ ആയിട്ടുണ്ട്. ഇനി ഒരു മട്ടൺ പീസും നമ്മുടെ ഈ റൈസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റിയാണോ? എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ മട്ടൺ ബിരിയാണി. എനിക്ക് ചിക്കനും മട്ടനും എല്ലാം ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് മട്ടൺ ബിരിയാണിയിലാണ് ചിക്കൻ ബിരിയാണിയേക്കാളും കൂടുതൽ മസാല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മട്ടൺ ബിരിയാണിയാണ് ഇന്നത്തെ സ്റ്റാർ. പക്ഷേ യൂഷ്വലി അങ്ങനൊന്നുമല്ല. ചിക്കൻ ബിരിയാണിയിലും പിന്നെ മസാല നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞാൽ മതി, അവരത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എങ്കിലും എനിക്കെടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ തന്നെയാണ്. ഇവിടുത്തെ ചിക്കൻ ഫ്രൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. സൂപ്പർ ക്രിസ്പിയാണ്. ഇവിടുന്ന് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കുടിക്കേണ്ട സംഭവമാണ് ഇവിടുത്തെ ലൈം ടീ. ഇവിടെ വേറെ ഡ്രിങ്ക്സ് ആയിട്ട് അങ്ങനെയൊന്നും അവൈലബിൾ അല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ലൈം ടീ ബിരിയാണി കുടിച്ചു കഴിഞ്ഞിട്ട് കുടിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഭയങ്കര ചൂടാണ്. ഇതിപ്പോൾ കുറച്ച് ആറി കഴിഞ്ഞിട്ടാണ് ഞാൻ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതും കൂടി കുടിക്കുമ്പോഴാണ് ബിരിയാണിയുടെ ഒരു കംപ്ലീഷൻ കിട്ടുന്നത്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ ചില സ്ഥലത്തു നിന്നൊക്കെ പണ്ട് കഴിച്ച ടേസ്റ്റ് ഇപ്പോഴില്ല എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് എനിക്കും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഇവിടെ വന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ടേസ്റ്റിൽ നിന്ന് ഇപ്പോഴത്തെ ടേസ്റ്റ് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. എങ്കിലും ഇപ്പോഴത്തെ ടേസ്റ്റും നൈസ് തന്നെയാണ്. ട്രിവാൻഡ്രത്തുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണീസ് തന്നെയാണ് ഇവിടുത്തെ ബിരിയാണി. സോ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പനവിളയുള്ള അജ്വ. സോ ഡീറ്റെയിൽ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടാറ്റാ.